തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെതിരെ CPI-യിൽ വിമർശനം തുടരുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പാലക്കാട് ജില്ലാ കൗൺസിലിൽ വിമർശനമുയർന്നു. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്തതും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും തിരിച്ചടിയായെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സർക്കാരിനെതിരെ പരസ്യപ്രസ്താവന നടത്തിയ CPI നേതാവ് KE ഇസ്മയിലിനെതിരെയും വിമർശനമുണ്ടായി. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ, CPI പാർട്ടി യോഗത്തിലുണ്ടായ വിലയിരുത്തലുകളും വിമർശനങ്ങളും എന്തൊക്കെയാണ്? വേണു, നിശ്ചിതമായ വിമർശനമാണ് മറ്റ് ജില്ലാ കൗൺസിലുകൾക്ക്, അതായത് തിരുവനന്തപുരത്തിനൊക്കെ ശേഷം പാലക്കാടും ഉണ്ടായിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ടാണ് മുന്നണിക്ക് ഇത്തരത്തിലുള്ള ഒരു തോൽവി ഉണ്ടായത് എന്ന് ജില്ലാ കൗൺസിൽ വിലയിരുത്തി. ഇത് ഭൂരിപക്ഷ അഭിപ്രായമായിരുന്നില്ല, പക്ഷേ പരമാവധി അംഗങ്ങളുടെയും, അതായത് മുഴുവൻ അംഗങ്ങളും അങ്ങനെയല്ല അഭിപ്രായപ്പെട്ടത്. എനിക്ക് പോലും ഭൂരിപക്ഷം അംഗങ്ങളുടെ അഭിപ്രായം അതുതന്നെയായിരുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് ഉടൻ തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതായത് ഈ തരത്തിലുള്ള പരാജയം തന്നെ ഉണ്ടാകും. ജനങ്ങളിൽ നിന്ന് മുന്നണി അകന്നിട്ടുണ്ട്. അതാണ് ഈ തോൽവിയിലേക്ക് നയിച്ചൊരു പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതും സർക്കാർ ജീവനക്കാരുടെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതും ക്ഷേമ പെൻഷനുകൾ നിരന്തരം മുടങ്ങിയതുമൊക്കെ തിരിച്ചടിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നും പരാമർശമുയർന്നു. ഇന്നിപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് ആണ് ചേർന്നത്. ഇന്നലെയായിരുന്നു കൗൺസിൽ യോഗം ചേർന്നിരുന്നത്. ഈ മണ്ഡല അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച റിപ്പോർട്ടിന്റെ ചർച്ചയാണ് ഇന്നലെ നടന്നത്. അതിന്മേലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് KE ഇസ്മയിൽ 24-ലൂടെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിനെതിരെയും വിമർശനം ഉയർന്നു. പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതിനാണ് KE ഇസ്മയിലിനെതിരെ ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആവശ്യമെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരസ്യമായിട്ടുള്ള താക്കീത് അദ്ദേഹത്തിന് നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. പരസ്യ പ്രതികരണം അദ്ദേഹത്തിനെതിരെ നടത്തേണ്ടി വരുമെന്നടക്കം ഈ യോഗത്തിൽ ആവശ്യമുയർന്നു. അതോടൊപ്പം തന്നെ KE ഇസ്മയിൽ യോഗങ്ങൾക്ക്, ജില്ലാ കൗൺസിൽ യോഗത്തിലൊന്നും തന്നെ എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതി കൂടി ഉയർത്തുന്നുണ്ട്. അതേസമയം അദ്ദേഹം പറയുന്നത് താനൊരു മുതിർന്ന നേതാവാണ്, പാർട്ടിയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയറായ നേതാക്കളിൽ ഒരാളാണ്, തന്നെ സംസ്ഥാന കൗൺസിലിലേക്കാണ് പങ്കെടുപ്പിക്കേണ്ടത്, അല്ലാതെ ജില്ലാ കൗൺസിലിലേക്ക് പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് KE ഇസ്മയിലിൻ്റെ ഈ വിഷയത്തോടുള്ള പ്രതികരണം. എന്തായാലും കൂടുതൽ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇതിലൂടെ പാർട്ടി നവീകരിക്കാൻ, സ്വയം നവീകരണത്തിന് തയ്യാറാകണം എന്ന് തന്നെയാണ് പാലക്കാട് ജില്ലാ കൗൺസിലും ആവശ്യപ്പെടുന്നത്. വേണു, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.